പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് 1000 സബ്സ്ക്രൈബറും അതുപോലെ തന്നെ 4000 പബ്ലിക് വാച്ച് അവേഴ്സും എങ്ങനെ നമ്മുടെ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യാം, നമ്മുടെ ചാനലിൽ കംപ്ലീറ്റ് ചെയ്യാം എന്നാണ് പറയാൻ പോകുന്നത്. കാരണം പലപ്പോഴും പല പുതിയ യൂട്യൂബേഴ്സിനും വളരെ എന്താ പറയുക വിഷമമുള്ള ഒരു കാര്യമാണ്. 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആവും, പെട്ടെന്ന് വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്നുണ്ടാവും. നമുക്ക് 1000 സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈവ് സ്ട്രീം ചെയ്യാം, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ടാബ് കിട്ടാം. അതല്ലാണ്ട് വരുമാനം കിട്ടണമെങ്കിൽ എന്താണ്, നമുക്ക് 4000 പബ്ലിക് അവേഴ്സ് വാച്ച് ടൈം കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് മോണിറ്റൈസിന് കൊടുത്തിട്ട് മോണിറ്റൈസ് ആയിക്കഴിഞ്ഞാൽ, ചാനൽ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ് വഴി നമുക്ക് വരുമാനം കിട്ടുകയുള്ളൂ. അത് എല്ലാ യൂട്യൂബേഴ്സിനും അറിയാം. പക്ഷേ ഈ ഒരു 4000 അവേഴ്സ് വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ വിഷമം പിടിച്ച ഒരു കാര്യമായിട്ട് പല ചാനലുകളും ഇപ്പോഴും നിലനിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നിലനിൽപ്പ് അവർക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അധികവും പേർക്കും ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ ചാനലും ഞാൻ പറയാം 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ വാച്ച് അവേഴ്സ് ഇപ്പോഴും ഗ്രോ ചെയ്യുന്നില്ല. അപ്പോൾ എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഇടാനുള്ള മടി. പരമാവധി വൈഫ് പറയാറുണ്ട്, നിങ്ങളുടെ വീഡിയോ കാണുമ്പോഴാണ് ചിലപ്പോഴൊക്കെ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടി ഞാൻ വീഡിയോ ഇടാറ് എന്ന്. എൻ്റെ വീഡിയോ അവൾ തന്നെ ഇരുന്ന് കാണും, മുഴുവൻ കാണും, മോട്ടിവേഷൻ വീഡിയോ ഒക്കെ ഇരുന്ന് കാണും. എന്താണെന്ന് വെച്ചാൽ അതൊക്കെ കാണുമ്പോഴാണ് അവർക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മനസ്സിനൊരു ധൈര്യവും ഉഷാറും സെൽഫ് കോൺഫിഡൻസ് ഒക്കെ കിട്ടുന്നത് ഈ ഒരു മോട്ടിവേഷൻ വീഡിയോ കാണുമ്പോഴാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മോട്ടിവേഷൻ തന്നെയാണ്. ഒരു യൂട്യൂബർ അധികവും കാണേണ്ട, ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അധികവും നമ്മൾ കാണേണ്ട വീഡിയോ എന്ന് പറയുന്നത് മോട്ടിവേഷൻ വീഡിയോസാണ്. നമ്മൾ ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസ് കാണുമ്പോൾ നമ്മുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കും. നമുക്ക് വർദ്ധിക്കുമ്പോൾ നമ്മളെന്താ ആ ഒരു ഇരിപ്പിൽ പോയിട്ട് ഒരു വീഡിയോ എടുക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സാഹചര്യം ശരിയാവില്ല. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ വീട്ടുകാർക്കൊന്നും അറിയില്ല ഇതെന്താണ് ചെയ്യുന്നത്, ഇതിലുള്ള കാര്യങ്ങൾ എന്താണ്, നോയ്സ് വന്നാൽ എത്ര ബുദ്ധിമുട്ടുണ്ടാവും, വീട്ടിൽ പല സൗണ്ടുകളൊക്കെ ഇടുമ്പോൾ നമ്മുടെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് ക്യാച്ച് ചെയ്യുന്നുണ്ട് എന്നൊന്നും അവർക്ക് മനസ്സിലാവില്ല. അതിനനുസരിച്ചൊന്നും അവർക്ക് ഒന്നും അറിയില്ല. അത് അവരിനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തത് കൊണ്ടാണ്. പക്ഷെ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നത് കൊണ്ട് എന്താണ്, നമ്മുടെ ഓഡിയൻസ് വളരെ വ്യക്തമായി ഈ ഒരു സൗണ്ട് കേൾക്കുകയും നമ്മുടെ വീഡിയോ ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും നഷ്ടമാവാതെ നമ്മൾ എത്രത്തോളം പ്രസൻറ്റ് ചെയ്യുന്നു, എത്രത്തോളം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, അത്രത്തോളം നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മൾ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പാത്തും പതുങ്ങിയും നമ്മൾ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. പല വീട്ടിലുമുള്ള അനുഭവമാണ്. ഞാൻ വീട്ടിലുള്ളപ്പോഴും എനിക്കും ഈ ഒരു അനുഭവമുണ്ട്, എൻ്റെ വൈഫിനും ഈ ഒരു അനുഭവം തന്നെയാണ്. കുട്ടികളെയൊക്കെ വെച്ചിട്ട് വീഡിയോസ് എടുക്കുമ്പോൾ ചിലപ്പോൾ കോഴി കൂവുന്ന സൗണ്ടായിരിക്കും, ചിലപ്പോൾ നായ് കുരയ്ക്കുന്ന സൗണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള സൗണ്ടൊക്കെ വരുമ്പോൾ, നോയ്സ് വരുമ്പോൾ എന്തായി അവിടെ സ്റ്റോപ്പാവും, വീഡിയോസ് നമുക്ക് ചെയ്യാൻ ഒരു സ്റ്റോപ്പാവും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്വാളിറ്റി നഷ്ടപ്പെടുകയാണ്, ഓഡിയോ ക്വാളിറ്റി നഷ്ടപ്പെടുകയാണ്. അതിലൂടെ ഈ നായ കുരയ്ക്കുന്ന സൗണ്ട് അല്ലെങ്കിൽ കോഴി കൂവുന്ന സൗണ്ടൊക്കെ വന്നുകൊണ്ടേയിരിക്കും നിരന്തരം. ഒരിക്കലാണെങ്കിൽ ശരി, വെറുതെ വരുമ്പോൾ എന്തായി അതിനുള്ള ആ ഒരു സാഹചര്യം ശരിയല്ലാണ്ട് ഓഡിയൻസ് എന്ത് രീതിയിൽ വിചാരിക്കും എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു വീഡിയോ എടുക്കുന്നത് സ്റ്റോപ്പാവും. അപ്പോൾ പലപ്പോഴും അങ്ങനെയാണ് ഉണ്ടാവാറ്. അപ്പോൾ അതിനുള്ള സാഹചര്യം നിങ്ങൾ തന്നെ മനസ്സിലാക്കി ആ ഒരു സാഹചര്യം കറക്റ്റായിട്ടുള്ള സാഹചര്യത്തിലെടുക്കുക. എപ്പോഴാണോ ഇങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ഇല്ലാത്ത, അതായത് മൃഗങ്ങളുടെ സൗണ്ടൊന്നും ഇല്ലാത്ത ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ആ ഒരു വീഡിയോസ് എടുക്കാൻ. അല്ലെങ്കിൽ അടച്ചുറപ്പുള്ള റൂമിൽ ഫാൻ ഓണാക്കാതെ എടുക്കണം, വീഡിയോ എടുക്കണം. ഫാൻ ഓണാക്കിയാൽ അതിൻ്റെ നോയ്സ് വീഡിയോയിൽ വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അധികം പേരും ഫാൻ ഓണാക്കിയിട്ട് വീഡിയോ എടുക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വീഡിയോയിൽ ഒരു എരമ്പൽ കേൾക്കും, ഒരു എരമ്പൽ സൗണ്ട് വരും. അപ്പോൾ വോയിസ് ക്വാളിറ്റി നഷ്ടപ്പെടും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ വീഡിയോ നമ്മൾ തന്നെ മനസ്സിലാക്കണം. അതായത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് എത്രത്തോളം പെർഫെക്റ്റ് ആണ് ആ വീഡിയോ, അത് നമ്മൾ തന്നെ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കണം. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ അപ്ലോഡ് ചെയ്യരുത്. നമ്മൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ നമ്മുടെ ഓഡിയൻസും ആ വീഡിയോ ഇഷ്ടപ്പെടും. നമുക്ക് യൂട്യൂബിൽ എന്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചപ്പ് ചവറ് പോലെ വാരിയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതിൽ ആരും കാണില്ല, ഓഡിയൻസ് അധികം വരില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഓഡിയൻസ് സ്ഥിരമായി നിൽക്കുന്ന ആളായിരിക്കില്ല. നമ്മുടെ വീഡിയോസിൽ ബോറടിച്ച് പോവും. അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ആ വീഡിയോസിനെ ആ ഒരു വ്യക്തി നിലനിന്ന് ആ ഒരു മുന്നോട്ട് നമ്മുടെ ചാനൽ എപ്പോൾ അപ്ലോഡ് ചെയ്താലും കാണണമെന്നുള്ള ടെൻഡൻസി വരില്ല. അപ്പോൾ നമ്മുടെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഇഷ്ടം ഉണ്ടാകണം. 100% നമുക്ക് ഇഷ്ടമായാൽ മാത്രം വീഡിയോ അപ്ലോഡ് ചെയ്യുക. അങ്ങനെ വരുന്ന ആ ഓഡിയൻസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിൽ ഇൻട്രോ അതുപോലെ തന്നെ ഇൻട്രോ വെക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ്സ് എന്നുള്ളത് 1 മിനിറ്റിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് പറയാൻ നോക്കുക. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ആനിമേഷൻ മോഡലിലൊക്കെ പോപ്പപ്പ് ഒക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇത് ചെയ്യാൻ കഴിയും. അതൊക്കെ വീഡിയോസിൽ ഉൾപ്പെടുത്തുക. എന്തുതന്നെയാണെന്ന് വെച്ചാൽ, നമ്മുടെ വീഡിയോസിൽ നമുക്ക് ഒരുപക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതുവഴി അവർക്ക് ഓർമ്മിപ്പിക്കാൻ, ഓഡിയൻസ് കാണുമ്പോൾ
നമുക്ക് ആ ഒരു രീതിയിലെങ്കിലും അവരെ ധരിപ്പിക്കാൻ കഴിയും. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ എന്ന്. പലപ്പോഴും ഞാൻ എൻ്റെ വീഡിയോസിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയാറില്ല. കാരണം എൻ്റെ വീഡിയോ കാണുന്ന ക്രിയേറ്റേഴ്സാണ്. ക്രിയേറ്ററിന് അവർക്ക് ഉപകാരമുണ്ടെങ്കിൽ അവർ ചെയ്തോളും എന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ അധികം പറയാത്തത്. കാരണം ഇത് അധികം പറയേണ്ടത് വരുന്നത് ഒന്നും അറിയാത്ത, അതായത് ചില ആളുകൾക്ക് ഇത് സബ്സ്ക്രൈബ് ചെയ്യണത് എന്തിനാണെന്നും കൂടി അറിയില്ല. അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഇങ്ങനെ ഈ സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ നമ്മുടെ ഒരു അപേക്ഷ പോലെയാണ് ഈ ഒരു സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊക്കെ. എന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് ഇത് ആവശ്യമാണ്. പക്ഷേ ഞാൻ അധികം പറയാത്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കാണുന്ന ഓഡിയൻസിന് എൻ്റെ ചാനൽ ക്രിയേറ്റർക്ക് വേണ്ടി മാത്രമുള്ളൂ, അതായത് യൂട്യൂബ് ക്രിയേറ്റേഴ്സ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അറിയാം സബ്സ്ക്രൈബ് ചെയ്താൽ എന്താണ് ഗുണം, സബ്സ്ക്രൈബ് ചെയ്യണോ എന്നൊക്കെ അവർക്ക് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ ഞാൻ അധികം പോപ്പപ്പ് തന്നെയാണ് അധികം വെക്കാറ്. അധികം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് ഞാൻ അധികം പറയാറില്ല. അപ്പോൾ അവരുടെ ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യുകയോ വേണ്ടോ എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഗ്രാഫിൽ നോക്കിയപ്പോഴും 63% പേരും അൺസബ്സ്ക്രൈബ്സാണ് എൻ്റെ വീഡിയോസ് കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്തവർ കുറച്ച് മാത്രമേ കാണുന്നുള്ളൂ. അതൊക്കെ നമുക്ക് ഈ ഗ്രാഫിലൂടെ അറിയാൻ കഴിയും. അപ്പോൾ ഇത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. സെറ്റിങ്സ് ഒക്കെ പറയുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു കാര്യം ഇൻട്രോ അതുപോലെ തന്നെ പോപ്പപ്പ് ഈ ഒരു കാര്യങ്ങളൊക്കെ വെക്കുക. ഓക്കെ. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓഡിയൻസിനെ നമ്മൾ സുഹൃത്തുക്കളാക്കുക. കാരണം നമുക്ക് വരുന്ന ഓഡിയൻസൊക്കെ പല ഡൗട്ടുകളും പല കാര്യങ്ങളും നമുക്ക് കമൻറ്റ് ചെയ്യാറുണ്ട്. അവർക്ക് കമൻറ്റിനുള്ള റിപ്ലൈ കൊടുക്കുക, അവർക്ക് ലൈക്ക് കൊടുക്കുക, ഹാർട്ട് കൊടുക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് ഒരു സന്തോഷം ഉണ്ടാവും. പിന്നെ നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പോൾ ആ ഓഡിയൻസിന് നമ്മുടെ ചാനലിൽ ഒരു വിശ്വാസത ഉണ്ടാവും. നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ ഓഡിയൻസിനെല്ലാം ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഞാനതിന് ശ്രമിക്കാറുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പറയണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വരുമെന്ന് പറയാറുണ്ട്. കാരണം നമുക്ക് കമൻറ്റ് ചെയ്യണതിനൊക്കെ ഒരു പരിധിയുണ്ട്. യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള ഡൗട്ട്സൊക്കെ ആകുമ്പോൾ എനിക്കാണെങ്കിലോ റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായി കാര്യങ്ങൾ, ഇപ്പോൾ എൻ്റെ വീഡിയോസ് തന്നെ നിങ്ങൾക്ക് നോക്കി കണ്ടാൽ അറിയും. ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ നന്നായിട്ട് ഡീപ്പായിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയും. എൻ്റെ മനസ്സ് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾ ഡീപ്പായി പറയുന്നത്. ചിലവരൊക്കെ പോയിന്റ് ബേസ് ആയിട്ട് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് വീഡിയോസ് പെട്ടെന്ന് ആയിട്ട് പോകും. പക്ഷേ എനിക്കൊരു കാര്യം പറയുമ്പോൾ അത് വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകണം എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ പറയാറുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ തന്നെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് മിസ്സാവാതെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകാത്ത രീതിയിൽ പറയുന്നുണ്ടോ എന്നുള്ള ഒരു തോന്നൽ കൊണ്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ ഓഡിയൻസിനെ ഫ്രണ്ട്സ് ആക്കുക. അവർക്ക് കൊടുക്കേണ്ട റിപ്ലൈ കൊടുക്കുക. അതുപോലെ തന്നെ അവർക്ക് ഹാർട്ടും ലൈക്കും ഇതൊക്കെ കൊടുക്കുക. അങ്ങനെ ഓഡിയൻസിൻ്റെ ആ ഒരു മനസ്സ്, അവരുടെ സ്നേഹം നമുക്ക് എന്നും ഉണ്ടാകണം എന്നുള്ള രീതിയിൽ അവർക്ക് എന്നും കമൻറ്റ് ചെയ്യുക. അവരുടെ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനലിൽ എന്നും അവർ നിൽക്കുകയുള്ളൂ. അതുപോലെ അവർക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവർക്കും ആ ഒരു ചാനലിൽ നിന്നുകൊണ്ട് ഉപകാരം കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അടുത്ത പോയിന്റ് എന്നത് കൊളാബറേഷനാണ്. അതായത് മറ്റുള്ള ചാനലായിട്ട് നമ്മൾ കൊളാബ് ചെയ്യുക. അതിപ്പോൾ വലിയ ചാനലാവണമെന്നൊന്നുമില്ല. നമുക്ക് നമ്മുടേതായ തരത്തിലുള്ള ചാനലുകൾ, ഇപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് അതിന് നേരമുണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടേതായ ചാനൽ, അതായത് ആ ഒരു ലെവലിൽ ചെയ്യുന്ന ആ ചാനലായിട്ട് കൊളാബ് ചെയ്യുക. ചില ടാഗ് വീഡിയോ ഞാൻ ചെയ്ത് തന്നെയാണ് ടാഗ് വീഡിയോ. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ ചാനലിനെ നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ അവരുടെ ചാനൽ ഇഷ്ടപ്പെട്ട്, അതായത് അവരുടെ ചാനൽ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ സബ്സ്ക്രൈബ്സും കൂടി അതിൽ പോകുമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കൊളാബറേഷൻ വീഡിയോസൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, ടാഗ് വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും സബ്സ്ക്രൈബ്സും വാച്ചവേഴ്സൊക്കെ കൂടാൻ. പിന്നെ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൽ @ എന്നുള്ളത് കൊടുത്തിട്ട് ചാനൽ മെൻഷൻ ചെയ്യുക, ചാനൽ നെയിം കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ചാനലിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ ചാനലിലേക്ക് പോകാനുള്ള ഒരു എളുപ്പ രീതിയിൽ അവരുടെ ചാനൽ ലിങ്കോ ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുക. അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് മറ്റുള്ളവരുടെ ആ ഒരു ചാനലിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എൻഡ് സ്ക്രീൻ വയ്ക്കാൻ നോക്കുക. എൻഡ് സ്ക്രീൻ വയ്ക്കുമ്പോൾ പുതിയ ചാനലുകാർ അതിൽ ഒരു റൗണ്ട് ആയിട്ട് വരും. അതായത് നമ്മുടെ ചാനലിൻ്റെ ഐക്കണോട് കൂടി ഒരു സബ്സ്ക്രൈബ് ബട്ടനാണ്, സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ബട്ടനാണ്. ഇപ്പോൾ സ്ക്രീനിൽ തന്നെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ്സ് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ബട്ടനോട് കൂടിയിട്ട് എൻ്റെ സ്ക്രീൻ വെക്കുക. അങ്ങനെ വയ്ക്കുമ്പോൾ അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് പൗസ് ചെയ്യണം അവിടെ വയ്ക്കുക, പിന്നെ സ്കിപ്പ് ചെയ്യണ ആ ഭാഗത്ത് അവിടെയും വെക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചാനലിൽ നമ്മുടെ വീഡിയോ ആ ഒരു ഭാഗം വരുമ്പോൾ ചിലവർ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക വഴി സബ്സ്ക്രൈബർ കിട്ടും. അതല്ല സ്കിപ്പ് ചെയ്തിട്ട്, അതായത് ആ ഒരു വീഡിയോ വേറെ വീഡിയോയ്ക്ക് പോകണം എന്നുള്ള രീതിയിൽ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെയും വെച്ച് കഴിഞ്ഞാൽ അതിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സബ്സ്ക്രൈബർ കിട്ടും. അപ്പോൾ ആ ഒരു ഐഡിയയിൽ വെക്കുക, ആ ഒരു റൗണ്ട് സബ്സ്ക്രൈബർ കിട്ടുന്ന സബ്സ്ക്രൈബർ ബട്ടൺ അത് വെക്കുക. അപ്പോൾ ഈ ഒരു കാര്യത്തിലൂടെയും കിട്ടും. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പരമാവധി യൂസ് ചെയ്യുക. സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ഹലോ ആപ്പ്, ഇതിലൊക്കെ വീഡിയോസ് എങ്ങനെ ചെയ്യേണ്ടത് എന്നെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ, അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ തയ്യാറാക്കുക. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ഇൻസ്റ്റാഗ്രാം റെഡിയാക്കുക. അതിലൊക്കെ ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ട്, അല്ലെങ്കിൽ പിക്ചേഴ്സൊക്കെ ഇട്ടിട്ട് നിങ്ങളുടെ ചാനലിനെ മെൻഷൻ ചെയ്ത് അങ്ങനെയും സബ്സ്ക്രൈബ്സൊക്കെ കൊണ്ടുവരാം. അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. മോട്ടിവേഷൻ വീഡിയോ പക്ക കേൾക്കണം നിങ്ങൾ. അതായത് MT വ്ളോഗ് അങ്ങനെ ഒരുപാട് മോട്ടിവേഷൻ ചാനലുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ നന്നായിട്ട് അങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോസ് എടുക്കാം. നമ്മൾക്ക് ക്രിയേറ്റേഴ്സ് ആകുമ്പോൾ മോട്ടിവേഷൻ വീഡിയോ നിരന്തരം കാണണം. എന്നിരുന്നാലാണ് നമുക്ക് യൂട്യൂബിൽ ഒരുപാട് പ്രവർത്തിക്കാനും മുന്നോട്ട് പോകാനും മനസ്സ് ഡള്ളായിരിക്കുന്ന സമയത്ത് ഒരു എനർജിയും കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഈ പോയിന്റുകളെല്ലാം ഉപകാരമായി എന്ന് കരുതലോടുകൂടി അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും